നമസ്കാരം, വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിലോട്ട്. പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് സാക്കിംഗ് ന്യൂസ് ഈസ് കമ്മിങ് എന്നിരുന്നാലേ, അതായത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സാക്ക്ഡ് ബൈ ന്യൂനോ സാൻഡോസ്. അതായത് സാൻഡോസിനെ അവർ ഹെഡ് കോച്ചായിരുന്ന സാൻഡോസിനെ അവർ സാക്ക് ചെയ്തിരിക്കുകയാണ്. പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് സാക്കിങ്. 3 മത്സരം പോലും ആയിട്ടില്ല. അതായത് 3 മത്സരമാണ് ഓരോ ടീമും കളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാക്കിങ്ങിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ഊഹിക്കാമല്ലോ. വേറൊന്നുമല്ല, അവർ ഓണറായ ഇവാഞ്ചലോസ് മാർക്കിനോസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഈ ഒരു സാക്കിങ്ങിന് പുറകിൽ എന്നാണ് ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടിയ ന്യൂസ്. ശരിക്കും 2028 വരെ അദ്ദേഹത്തിന് ഈ ഒരു ടീമിൽ കരാറുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിരുന്നു ഈ ഒരു സാക്കിങ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ ഒരു അവസാനമായപ്പോൾ തന്നെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഉടലെടുത്തിരുന്നു. അപ്പം അന്നൊക്കെ ഒരു സാക്കിങ്ങിൻ്റെ ഒരു വർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ക്ലബ്ബ് സീസൺ അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഇത് നീണ്ടുപോയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിലായാലും ന്യൂനോ അത്ര ഒരു സന്തോഷവാനായിരുന്നില്ല. കാരണം ക്ലബിൻ്റെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വളരെയധികം ന്യൂനോക്ക് എതിരായിരുന്നു. ട്രാൻസ്ഫറിലായാലും എല്ലാ രീതിയിലായാലും അദ്ദേഹം ഒരു ഹാപ്പി ആയിരുന്നില്ല ക്ലബിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അൺബാലൻസ്ഡ് ടീമാണ് ഇതെന്നൊക്കെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ക്ലബ് ഓണറായ ഇവാഞ്ചലോസ് മാറിനോക്കിനസിനെ ചൊടിപ്പിച്ചു എന്നൊക്കെയാണ് നമുക്ക് ന്യൂസ് കേൾക്കാൻ പറ്റുന്നത്. പുതിയൊരു കോച്ചിനെ അവർ ഇപ്പം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടോട്ടനാമിൻ്റെ മുൻ കോച്ചായ ആഞ്ചി പോസ്റ്റെക്കോഗ്ലു ആണ് പുതിയ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കോച്ചായി ചാർജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ആദ്യത്തെ സാക്കിങ്ങും ആദ്യത്തെ അപ്പോയിൻമെൻറ്റും കഴിഞ്ഞു. ഇനിയും ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കോച്ചുമാരെ സാക്കിങ് പ്രതീക്ഷിക്കാം. കാരണം ഇത് പ്രീമിയർ ലീഗാണ്. ഒരുപാട് കോച്ചുമാർ വരാനും പോകാനും ഒക്കെ ഈ ഒരു സീസണിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.